കുഞ്ഞു തോട് 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 തോട്. ഓ എന്താ വെള്ളം, ഇതൊക്കെ ഫുൾ വെള്ളം. സൗണ്ട്, വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട്. ഹരിതാമോ പച്ചപ്പുള്ള എവിടെ അമ്പലം, അമ്പലമൊക്കെ കാട്ടിലെ നവീകരിച്ച അമ്പലം. അത് വഴി, ഇതൊക്കെ ഞങ്ങളുടെ വഴി ആണ്. ആണത്തോട് ഫോണിവിടെ എവിടെയെങ്കിലും വയ്ക്കാൻ പറ്റിരുന്നു. ട്രൈപോഡ് എടുത്തിട്ട് വരായിരുന്നു. ഇതിലൊക്കെ പണ്ടേ ഞങ്ങളിവിടെ ഇനി വെള്ളം നിറഞ്ഞിട്ട് ഇവിടെയൊക്കെ അങ്ങനെ വെച്ചിട്ട് അലക്കിയിരുന്നു ഞങ്ങൾ പണ്ട്. അല്ല, കുളം 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 കാണല്ലേ, വെള്ളം. അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. അതൊന്ന് പോയി നോക്കണം എന്നുണ്ട്. പക്ഷേ ഇത് ഞങ്ങളെ കാട്ടിലെ അമ്പലം. നമ്മൾ വന്ന വഴി എന്താ, ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം. പക്ഷെ കുടിക്കാനൊന്നും പറ്റില്ല, പന്നി ഒക്കെ വന്നിട്ട് അപ്പിയിട്ട് പോണ വെള്ളമാണ്. അതുകൊണ്ട് കുടിക്കാനൊന്നും പറ്റില്ല. ഇവിടെ ഞങ്ങൾക്കൊരു പൈപ്പുണ്ട്, ഇതുണ്ട്. ഓ എൻ്റെ അമ്മോ, ശരിയാണ്, ഒറ്റയ്ക്ക് വരാൻ പറ്റില്ല. പണ്ടൊക്കെ വന്നിരുന്നു, ഇപ്പോൾ ഒന്നും വരാൻ പറ്റില്ല. ഇത് ഞങ്ങളുടെ അമ്പലം. ഇവിടെ കാടായിരുന്നു, ഇതൊക്കെ പിന്നെ ഉണ്ടാക്കിയത്. അങ്ങനെ സ്റ്റെപ്പുകളും ഒക്കെ പിന്നെ ഉണ്ടാക്കിയത്. എൻ്റെ പഴയ ഒരു വീഡിയോയിൽ കിടക്കുന്നുണ്ടല്ലോ, പണ്ടിട്ടൊരു വീഡിയോ കണ്ട. വെള്ളം കണ്ടോ. ഇത് ഭംഗിയെ കാണാൻ. കുഞ്ഞു മീനൊക്കെ ഉണ്ടാവും. ഒന്നിങ്ങനെ ഒഴുകി വരുന്ന വെള്ളം. ഇവിടെ ഫുൾ കാടാ, ഫുൾ ഒരു കുളമുണ്ട്. ഇങ്ങനെ വന്ന് ഫുൾ 4 സൈഡും കാട്. പക്ഷെ അവിടെ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലൊന്നുമില്ല. പോയി നോക്കാം. കുറേ കാലമായി വീഡിയോ ഇട്ടിട്ട്. പക്ഷെ ഇതൊക്കെ ഇടാൻ വിചാരിച്ചു. കണ്ടത് ഞങ്ങളെ കുളം. ഓ, കുളം നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണല്ലോ. ഇത് അമ്പലം. 7 മണിക്ക് 6:30 കഴിഞ്ഞ് അങ്ങോട്ട് വരാൻ പറ്റില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓടിച്ചു വിടും. ഇവിടെ കുറേ സ്റ്റെപ്പുകളുണ്ട്, ഇതിലേക്ക് കയറിപ്പോവും. ഇവിടെ അമ്പലം ഫുൾ റബ്ബറാണ്. 4 സൈഡ് റബ്ബറാണ്. റബ്ബർ. അതൊരു വീട്. ഇറങ്ങിപ്പോവാം. ഇവിടെ തള്ളി നിൽക്കുകയാണല്ലോ. വെള്ളം പോകത്തില്ല. വെയിൽ കമ്പി കൂട്ടും. ഇവിടെ എവിടെയോ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. അത് ഞാൻ നോക്കി. വെള്ളം ഇങ്ങനെ പോയി അവസാനം പാടത്തേക്ക്. അതേ പോയി നോക്കാം. വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? വെള്ളച്ചാട്ടം പോയി നോക്കാം. പാമ്പും ചേമ്പും. ഭയങ്കര ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ അടിപൊളിയാണ്. നല്ല പാറകൾ. ഞങ്ങൾ പണ്ട് ഇതിനൊക്കെ കയറിപ്പോയിരുന്നു. പക്ഷെ ഇവിടെ നിറച്ച് നായ്ക്കൾ ഉണ്ടാവാറുണ്ട്. ആ റബ്ബറിലെ മറ്റേ ഗസ്റ്റ് ഹൗസ് വെള്ളം വീട് ഇതൊക്കെ നിറച്ച് നായ്ക്കളായിരിക്കും. വെറും കാട് മാത്രം കാണിച്ചു. അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. സൗണ്ട് കേൾക്കുന്നുണ്ടോ? പക്ഷെ അങ്ങോട്ട് പോകാൻ അത്ര ധൈര്യമൊക്കെയില്ല. അവിടെ നിറച്ച് ഒരുപാട് മലകളാണ്. ഞങ്ങൾ പണ്ട് ഇതിനൊക്കെ പോയിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. അങ്ങോട്ട് മേലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ നല്ല രസമാണ് കാണാൻ. ഫുൾ പാറകൾ, വലിയ പാറകൾ. ആനടിയും ഒക്കെ ഇങ്ങനെ ഷേപ്പിലുള്ള കസേര പോലെ ഇരിക്കാൻ പറ്റും. അങ്ങനത്തെ ഷേപ്പിലുള്ള പാറകൾ. അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. പക്ഷെ അങ്ങോട്ട് പോവാൻ കുറച്ച് പേടിയാണ്. നോക്കട്ടെ. അങ്ങോട്ട് പോകണം. അവിടെയാണ് ആ വെള്ളച്ചാട്ടം. പണ്ട് ആൾക്കാർ കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ പേടിയാണ് പോവാൻ. അതുകൊണ്ട് ഞാൻ പോണില്ല.
ഫുൾ റബ്ബറാണ്. ഇപ്പോൾ ഒക്കെ വെട്ടിക്കൊണ്ട് നല്ല ഭംഗി. കണ്ടാറൊക്കെ ഇട്ട് ഇതിൻ്റെ മുകളിൽ ആരുണ്ട്. വീടിനൊക്കെ മണം വരുന്നുണ്ടല്ലോ. ഇത് ഞങ്ങളുടെ കുളം. അതിൻ്റെ മുമ്പ് ഒരു സാധനം കാണിച്ചത്, ഒരു കുഞ്ഞ് കിണറുണ്ട്. ഒരു കുഞ്ഞ് കിണർ കാണാണ്ടോ, കുഞ്ഞ് കിണർ. ഇല്ലാരും ഇല്ല, കുളത്ത് അവനെയും പാമ്പനുള്ളൂ. കുളത്ത് ചാടണം. നമുക്ക് നേരെ കുളം കാണിച്ചു തരാം. ഇവിടെ ഒരു വീടൊക്കെ ഉണ്ടായിരുന്നു. വീട് ഇപ്പോൾ പൊളിച്ച്. ഇപ്പോൾ ഇവിടെയൊക്കെ പണ്ടത്തെ പഴയ വീടുകളല്ലേ. ഇവിടെ പണ്ട് പശുക്കളൊക്കെ പോകുമ്പോൾ അവറ്റങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ടൊരു പാത്രമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലിങ്ങനെ കഞ്ഞി. ഇപ്പോൾ ഒന്നും കാണാനില്ല. പക്ഷേ കാര്യം എടുത്തോണ്ട് ഇതൊന്നും കാണിച്ചു തരാം. കുറച്ച് അഡ്വഞ്ചറൈസ് കൊട്ടൊക്കെ. യോ ഉരുണ്ട് പോണ നേരെ കുളത്തിലെത്തും. പക്ഷെ നമ്മളെ കുളമായതുകൊണ്ട് കുഴപ്പമില്ല. എന്താണെന്നറിയാലോ. അതുകൊണ്ട് പിന്നെ ഒയ്യോ, ഇത് ഇത്രയും നിറഞ്ഞു. അതാണ് ഞങ്ങളുടെ കുളം. ഇവിടെ ഒരു കുഴിയുണ്ട്. എൻ്റെ പണ്ടത്തെ വീഡിയോസിലൊക്കെ ഉണ്ട്. ഞാൻ മീൻ പിടിക്കാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടാ മറ്റേ അത്തിമരോ എന്താ പറയുക, അത്തിമരം. കുരങ്ങന്മാർ കയറിയിട്ട് കുളത്തിൽ ചാടണ. പക്ഷെ തിന്നാനൊന്നും പറ്റില്ല. കാട്ടിൽ ആണ്. അതുകൊണ്ട് കൊണ്ട് ഇതിനെ കൊടുക്കൽ നിന്ന കണ്ട പച്ച കളറിൽ വേണ്ട. ഇത് മറ്റേത് പാമ്പോട് തിന്നതാണ് കേട്ടോ. നമ്മളൊന്നും തിന്നില്ല. ഇറങ്ങാനൊന്നും പറ്റില്ല. കാരണം നിറച്ച് പാമ്പുകളാണ്. എൻ്റെ അവിടെ നിന്നൊക്കെ വരി ഇങ്ങനെ വെള്ളം വരും. ഇറങ്ങാനൊന്നും പറ്റില്ല. ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. ഞങ്ങളൊക്കെ അപ്പുറത്ത് ഇറങ്ങാൻ ചാടും മറയ്ക്കുകയൊക്കെ ചെയ്യും. അതാ അവിടെ ഒരു വീട് കണ്ട. അതില്ലേ നമ്മളുടെ ഒരു മാളവിക ഉണ്ടല്ലോ, മാളവിക. അവളുടെ ഒരു റിലേറ്റീവിൻ്റെ വീടാണ്. അവളുടെ അച്ഛൻ്റെ നമ്മുടെ ആരുടെ റിലേറ്റീവിൻ്റെ വീടാണ്. അയ്യോ, ആനൊക്കെ പണ്ട് വന്ന് ഓടി വന്ന് അണ്ട് അവിടെ പോയിക്കോ. അവിടെ നിന്ന് ഓടി വന്ന് ഇവിടെ നിന്ന് ഒരൊറ്റ ചാട്ട കുളത്തിക്കും. അതേപോലെ അവിടുന്ന് വന്ന് ഒറ്റ ചാട്ട. അപ്പോൾ ചാടിയിരുന്നതാ. ഒന്നും വയ്ക്കൂല. ഇവിടെ ഒരു ഓറഞ്ച് മരം ഉണ്ട്. പിന്നെ വേണ്ട, ഇതൊരു ഓറഞ്ച് മരം നിൽക്കുന്നുണ്ട് ഇവിടെ. അതിലാകെ 2 ഓറഞ്ച് ഉണ്ടായി. അത് നാട്ടുകാരൊക്കെ കൊണ്ടുപോയി. അല്ല, അതൊരു ഓറഞ്ച് മരം. ഇങ്ങനെ പോയി ഫുള്ള് റബ്ബറില്ലാത്തൊരു സ്ഥലമില്ല. കണ്ടതിലൊക്കെ വെള്ളം കെട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ വെള്ളം കൊണ്ട് ഞങ്ങൾക്കൊരു ഉപദ്രവവും കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഒരു വീട് കണ്ട. ഒക്കെ ആദ്യം വീട് പണിതാണ് കേട്ടോ അവിടെ. പിന്നെ എന്തൊക്കെയാ പ്രശ്നങ്ങൾ, ബ്രഹ്മരക്ഷസ് അത് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അതങ്ങനെ അവിടെ ഇട്ടു. അത് പോട്ടെ. കാണാം. കണ്ടോ ഞങ്ങളുടെ മിനി വെള്ളച്ചാട്ടങ്ങളാണ് ഇതിന് ഫുള്ള്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ വീടൊക്കെ ഉണ്ടോ. വീടൊക്കെ ഇങ്ങനെ വെള്ളച്ചാട്ടം കണ്ടങ്ങനത്തെ കുറേ സ്റ്റെപ്പുകളൊക്കെ ആയിട്ടുള്ള വീടുകളാണ് ഇവിടെ ഫുള്ള്. കണ്ട തൊഴുത്ത്. എൻ്റെ വീട് അങ്ങനെ തന്നെ കണ്ടോ. ഫുള്ള് മഴ വരാൻ പോവാ. ഇരുട്ടത് വീഡിയോ വേണ്ട. ഫോണിൻ്റെ ക്ലാരിറ്റി കാരണം ഇരുട്ടൊന്നും കാണാനില്ല. ഫുള്ള് ഇരുട്ടവിടെ. മഴ പെയ്യാൻ പോവാ. പിന്നെ ആ മൈക്ക് എടുത്തിട്ട് വരായിരുന്നു. പിന്നെ മറ്റേ പൂണ്ടാവണ ചെടിയില്ലേ ആണല്ലോ. ഇത് ചിലപ്പോൾ
അവിടെ ഒരു നാശം പിടിച്ച വെള്ളമുണ്ട്, നല്ല വെക്കും മറ്റേ അത് തോന്നുന്നു. വേണ്ട പോവാം, ഒരു എണ്ണം കെട്ട വെള്ളമുണ്ട് അവിടെ. വേണ്ട, ഇതാണ് കിണർ. ഇതെന്തിനാ അവിടെ കുത്തിന്ന് നിന്നറിയില്ല. ഇതിപ്പോൾ നമ്മൾ വന്ന വഴി ഒന്നല്ല, ഫുള്ളിരിട്ടാ. ഒക്കെ ഇങ്ങോട്ട് വീടാ. ഞാൻ വീട് കണ്ടോ? ആ വീട് ആരുടെ അറിയോ? ഒരു കവിയത്രി കണ്ട്. വേണ്ട വേണ്ട, മൊത്തം വിജനമായ ഇതിലപ്പോൾ നമ്മൾ വന്നത്. ആണ് എൻ്റെ നാട്. എല്ലാവരും ടൗണിലൊക്കെ താമസിക്കണ്ട. അങ്ങനത്തെ പഴയ വീടുകളാണ് കണ്ടോ, അങ്ങനെ സ്റ്റെപ്പായിട്ട്. ഒരുവിധം വീടുകളൊക്കെ അങ്ങനെ തന്നെ കേട്ടോ. പണ്ടത്തെ എൻ്റെ വീടും അങ്ങനെ തന്നെ ആയിരുന്നു. കുറേ സ്റ്റെപ്പുകളുണ്ടാവും. അതിലെ ഇങ്ങനെ കയറിപ്പോയിട്ട് ഓടിട്ട 2 നില വീട്. ആഹാ, ഇനിയും കുറച്ചൊക്കെ കാഴ്ചകൾ കാണിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ നല്ല മഴ പെയ്യുന്നതുകൊണ്ട് ഞാൻ വീട്ടിൽ പോവാണ്. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, പേടിയാവാൻ തുടങ്ങി. വീട്ടിൽ പോട്ടെ. അപ്പം ശരി, കുറേ കാലയിലെ വീഡിയോ ഇട്ടിട്ട്, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. എന്തെങ്കിലും കിട്ടണമല്ലോ, അതുപോലെ കുറേ വ്യൂസ് ഉള്ളതല്ലേ, അപ്പോൾ അത് കാണാനുണ്ടല്ലോ. ഈ കൊട്ടം കടിച്ചു. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അപ്പം ഞാൻ എൻ്റെ ഈ തട്ടിക്കൂട്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്തതുകൊണ്ട് ഞാൻ അപ്പോൾ തിരിച്ചു വരികയാണേ. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്തതുകൊണ്ട് നമുക്ക് ലോകം കാണിക്കാനൊന്നും പറ്റില്ല. ഒരു പൈസയൊക്കെ ആവട്ടെ അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങും. അതുവരെ ഞാൻ അവിടെയുള്ള കാടും റബ്ബറും ഒക്കെ കാണിച്ചു തരാം, കുളം തോടൊക്കെ കാണിച്ചു തരാം. ഇനിയൊരു മൾബറി ചെടി ഉണ്ടായിരുന്നു. അങ്ങനെ മൾബറി ചെടീൻ്റെ ഒരു ഷോട്ട് ഇട്ടപ്പോൾ 5000-ഓ 6000-ഓ അതൊക്കെ ഇവിടെ 5000-ഉം 6000-ഉം ഒക്കെ ഇതിനൊക്കെ മുകളിൽ വ്യൂസ് കണ്ട്. അപ്പം ഞാൻ വിചാരിച്ചെന്നാ ഇതെന്താ പാമ്പ്. അപ്പം ഞാൻ വിചാരിച്ചെന്നാ ഫുള്ള് എടുക്കാൻ വിചാരിച്ചിട്ട് ഇപ്പോൾ വീഡിയോ ഫോണും കൊണ്ട് ഇറങ്ങിയതാ. അപ്പോൾ നോക്കുമ്പോൾ നിവർത്തിയില്ല, സമ്മതിക്കില്ല. ഞാൻ വരുമ്പോൾ തന്നെ മഴ പെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാ മഴ. കുളിക്കാൻ നടക്കണം, അപ്പം മഴ പെയ്ത ബുദ്ധിമുട്ടാണ്. അപ്പം ശരി, ഞാൻ ഇനി ഇവിടെ എൻ്റെ ഫോണ് വാട്ടർ പ്രൂഫാണ്. കലക്കി മറിച്ചാണ് ചെടി ഇവിടെ നിന്നിട്ട് തന്നെ കാണാനില്ല. അങ്ങോട്ട് പോ. ഞങ്ങൾക്കിവിടെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉണ്ടേ. എന്നിട്ടുണ്ട് എൻ്റെ വീട് കാണിക്കാം. ഓ, ഞാൻ വീഡിയോ നിർത്താൻ വിചാരിച്ചാ. എൻ്റെ അല്ല, വീഡിയോ കാണിക്കാം. വീഡിയോ എന്ന് പറയണേ. ഇതാണ് എൻ്റെ എൻ്റെ എല്ലാ തറവാട്. നമ്മുടെ വീട് കൂടിയില്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ താമസിക്കണേ. പിന്നെ നമ്മൾ താമസിക്കുമ്പോൾ നമ്മളെ വീടല്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. ഇതാണ് എൻ്റെ വീടിൻ്റെ ബാക്ക് വശവും. പൊളിയാറൊന്നും ആയിട്ടില്ല, ഇപ്പോഴും പുതിയതുപോലെ തന്നെ ഉണ്ട്. 100 കൊല്ലം പഴക്കം അത്രേ ഉള്ളൂ. നല്ലൊരു ക്യാമറയിൽ മഞ്ഞ് കയറി നല്ലൊരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് തന്നെ കണ്ടോ, അതൊക്കെ ഇടുമയ്യ മഞ്ഞുണ്ടോ, ഫുൾ മഞ്ഞുണ്ടോ. കാണുമ്പോൾ നിങ്ങൾക്ക് വയനാടോന്നൊക്കെ തോന്നും. വയനാടൊന്നും അല്ല കേട്ടോ, ഇത് ഞങ്ങളെ പാലക്കാട് തന്നെയാണ്. അതെൻ്റെ വീട്. നേരത്തെ ഞാൻ കാണിച്ചത് അപ്പുറത്തെ സൈഡ്. അമ്പൂ പോത്ത് ഒറ്റയ്ക്ക് നിൽക്ക, കയറൊന്നുമില്ലേ ഏതാ ഒറ്റയ്ക്ക് നിൽക്കാണോ? മഴ കൊണ്ട്
പിന്നെ ഞാൻ ഇവിടെ കേട്ടോ പഠിക്കായിരുന്നിരുന്നു പണ്ട് കേട്ടോ. ഇവിടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ മരങ്ങളൊക്കെ വെട്ടിയിരുന്നു, നിറച്ച് മരങ്ങളുണ്ടായിരുന്നു. അതെൻ്റെ വീടിൻ്റെ ഒരു സൈഡ്. ഇത് ഞാനായിട്ടൊരു ബന്ധമില്ല, എൻ്റെ ആരുമല്ല. പിന്നെ അയ്യോ ഒരു ചുറ്റി പണിഞ്ഞിരിക്കുക. ചുറ്റി പണിഞ്ഞെന്ന് തോന്നുന്നു. അവിടെ നിന്നോട്ട് അയക്കാൻ പോയാൽ ചിലപ്പോൾ നല്ല കുത്തായിരിക്കും കിട്ടുക. ഞാൻ അതിൻ്റെ അമ്മയും ചായൻ്റെ ആളാച്ചിട്ട് വരിക. എൻ്റെ മഞ്ഞ് നോക്ക്. ഞങ്ങളിതൊന്നും കാണാനാണ്, പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ കുറച്ചിങ്ങനെ ഇതാക്കണം, നല്ല കാര്യമുള്ളൂ. എന്താ ഫുൾ മഞ്ഞ മുടി കെട്ടിരിക്കുന്നത്. നല്ല മഴ കിട്ടും, നല്ല മഴ. ഞാൻ കുട എടുത്ത് വന്നിരിക്കുന്നു. നല്ല കാറ്റ്, നല്ല മഴ, നല്ല മഞ്ഞ്. ഓ കാറ്റടിക്കണോ, ഫോണൊക്കെ പറക്കണ്. കൊടിയും ഫോണൊക്കെ ഇങ്ങനെ ഉന്തിയിട്ട് തള്ളി വരുന്നു. പിന്നെ അടുത്ത് മരങ്ങള് അതാ മനസ്സിലായി. കണ്ടോ അറിയാല്ലേ, നല്ല കാറ്റുണ്ട്. ഇങ്ങോട്ടൊക്കെ ചെറാപ്പിഞ്ചി പോലുണ്ട്. ഇനി വേറെ നല്ലൊരു സീനറി കാണിച്ചു തരാം. ഞാൻ ഇന്ന് പഠിക്കും, അതുപോലെ തന്നെ വർക്കൗട്ടൊക്കെ ചെയ്യണ ഒരു പാറുണ്ട്, കാണിച്ചു തരാം. അയ്യോ പെയിൻ്റൊക്കെ നനഞ്ഞ്. ഇതിലേ പോണം. ഞങ്ങൾ വഴികളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ചുറ്റും കാട്, കുഞ്ഞിടവഴി, അങ്ങനെയൊക്കെയാണേ. ഇത് അനങ്ങമല കാണിച്ചു തരാം. അനങ്ങമല കണ്ടോ, പാറയ്ക്ക് ഇപ്പോൾ കാട് മൂടി. കണ്ടോ, എന്നാൽ ഞാൻ എപ്പോഴും വന്നിരിക്കണം പാറ. ഇവിടെ വന്നിരുന്നിട്ട് ചായ കുടിക്കും. ഇതൊക്കെ വെട്ടാറുണ്ട്. ഇപ്പം ഇങ്ങനെ വരാത്തതുകൊണ്ട് മുളയൊക്കെ അങ്ങനെ നിൽക്കുക. അവിടെ ഒന്നും ഉണ്ടാവാറില്ല. കണ്ടോ, ഇതാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. അധികം വരാറുള്ള പാറയാണ്. കണ്ടോ, ഇവിടെ നോക്കിയാൽ എന്ത് ഭംഗിയറിയാം. നമ്മൾ വല്ലാണ്ട് ഇങ്ങനെ പ്രാന്തൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് അവിടെ കുറച്ച് നേരം വന്നിങ്ങനെ ഇരുന്നാൽ അപ്പോൾ ഒരു സമാധാനം കിട്ടും. കാരണം ഫുള്ള് കാടാ, വേറെ ഒന്നുമില്ല ഇവിടെ. കണ്ടോ, 4 പുറം കാടാ ഇവിടെ. ഇപ്പം ഞാൻ നിൽക്കണേ അടിയിൽ കുറച്ച് കാഴ്ചയുണ്ട്. അപ്പോൾ പൊന്തയുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.